ഹായ്. ഇന്നെൻ്റെ മനസ്സൊക്കെ ഭയങ്കര മൈൻഡോൾഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഗ്ലൂമിയൊക്കെ ഒന്ന് മാറ്റാൻ ഒരു കുഞ്ഞു യാത്ര പോയാലെന്ന്. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു പിഴകിനടുത്ത് ഒരു നല്ലൊരു സ്പോട്ടുണ്ട് ദീപു, പോയി കണ്ടാൽ ഭയങ്കര രസമാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ. അപ്പം ബാ പോകാവേ. ഇതാണ് കേട്ടോ സ്ഥലം, അടിപൊളി. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഈ സിനിമയിലൊക്കെ നമ്മളെ കാണുകയല്ലേ, അതുപോലെ ഒരു ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. വലിയ സംഭവമൊന്നുമല്ല, രണ്ട് മലകൾക്കിടയിൽ, അതായത് വലിയ രണ്ട് പാറ തുറന്നുണ്ടാക്കിയ വഴിയാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് ഗ്യാപ്പ് റോഡ് എന്നാണ് ഇത് പറയുന്നത്. പാലായിൽ നിന്ന് ഒരു 13 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് ഒരു 18 കിലോമീറ്ററും ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കുറേ ആളുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നിലവിൽ ഈ ഒരു പ്രദേശം, അതായത് ഈ ഒരു ഗ്യാപ്പ് റോഡ് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ലൊക്കേഷനൊക്കെ പോലെ തന്നെ ഫീൽ ചെയ്യുവേ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് സ്ഥലം. പിന്നെ ഞാനിത് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് വാഗമണ്ണാണോ എന്നൊക്കെ ചോദിച്ചേ. അല്ല കേട്ടോ, ഇത് നമ്മുടെ പാലായ്ക്ക് അടുത്തുള്ള പിഴകാണ് ശരിക്കും ഉള്ള സ്ഥലം. പിന്നെ ഇത് രാമപുരം റൂട്ടും കൂടിയാണ്. എന്നാണേലും ഈ ഒരു എന്നാ പറയണ ലൊക്കേഷൻ ചില സിനിമകളുടെ ചില മൂവികളൊക്കെ നമ്മൾ കാണൂലേ, ഭയങ്കര രസമല്ലേ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഈ ഒരു ഗ്യാപ്പ് റോഡിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പതിയെ ഒന്ന് വൈറലായപ്പോഴത്തേനും ഈ ഒരു ഗ്യാപ്പ് റോഡ് അന്വേഷിച്ച് കുറേ ആളുകൾ വരുന്നുണ്ടെന്നാണ് കേട്ടോ ഈ സമീപത്തുള്ളവരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് റോഡിൽ ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ പോലും ഒരുപാട് ആളുകൾ വരുന്നതും ഫോട്ടോ എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും ഒക്കെ കണ്ട്. എന്തായാലും ഈ സംഭവം നല്ല അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ലൊക്കേഷനാണ്. പക്ഷെ രാവിലെയും പിന്നെ ഈവനിങ്ങും ഒക്കെ വന്നൊന്ന് ചില്ലൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇതൊരു ഗ്രാമപ്രദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും പക്ഷേ എനിക്കിതൊക്കെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഏതോ ഒരു ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ട ഒരു സീനൊക്കെ ഇങ്ങനെ ഓടി വരുന്നതും ഈ എന്താ പറയുന്നത് സോങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ലൊക്കേഷൻ. പിന്നെ അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അത് പറയേ വേണ്ട, നല്ല രസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു കിലോമീറ്ററോളമൊന്നും ഇല്ല, വളരെ കുറച്ച് ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കണ്ടോ, ഈ വലിയൊരു പാറ ഇവരെങ്ങനെ ഇതിങ്ങനെ തുറന്ന് ഇതിലൊരു വഴി ഉണ്ടാക്കി എന്നുള്ളതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. ഈ ഒരു പാറ ഇങ്ങനെ ഒരു കുറേ നീളത്തിലുണ്ട്. അപ്പോൾ അത്രയും അതുകൊണ്ടാണ് ഇതിന് ഗ്യാപ്പ് റോഡ് എന്നുള്ളൊരു പേരൊക്കെ ഇട്ടേക്കുന്നത്. എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ ആ കാണുന്ന ആളുകളൊക്കെ ഇവിടെ ഫോട്ടോഷൂട്ടിന് വന്നതാണ് കേട്ടോ. അത്രയ്ക്കും ഒരു നല്ല രസമുണ്ട് ആ റോഡ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം എന്നാ പറയണ വണ്ടിയൊക്കെ അങ്ങനെ വന്നു പോകുന്ന ഒരു ഏരിയാസൊന്നും അല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാനവിടെ അറിയാമല്ലോ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും നൊസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വീഡിയോസ് എടുക്കലായിരിക്കും. അപ്പം ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ റോഡ് ഇഷ്ടപ്പെട്ടു. എന്നോട് എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ് കേട്ടോ ഈ ഒരു ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നത്. നല്ല രസമുണ്ട്, പോയി ഒന്ന് കാണും, നല്ലൊരു വഴിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. പിന്നെ ഇതിപ്പോൾ കുറച്ചൊന്ന് ഈ ഗ്യാപ്പ് റോഡൊന്ന് ഫേമസ് ആയിട്ടുണ്ട്. ആരോ ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് FBയിലോ എവിടെയോ ഇട്ടിട്ട് അത് വൈറലായിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ലൊക്കേഷനാണ്, ഇഷ്ടപ്പെടും. നമ്മളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിറച്ചും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ചില്ലൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. നിറച്ചും കുപ്പിയൊക്കെ ആയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഗ്യാപ്പ് റോഡാണെങ്കിൽ പോലും അത് വൃത്തികേടാക്കി ഇടാനായിട്ട് എന്തായാലും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. വൃത്തികേടാക്കാതെ ഇരിക്കുക, കുപ്പിയും പാട്ടയൊന്നും അവിടെ കൊണ്ട് ഇടാതെ ഇരിക്കുക. അവിടെ പോയി കാണുന്നതും ആ ഒരു പ്രദേശമെങ്കിലും മലിനമാകാതിരിക്കട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഈ വളവൊക്കെ അങ്ങ് തിരിഞ്ഞ് ചെല്ലുന്നിടത്തും ഈ പാറയുടെ ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടോ. നല്ല ഹൈറ്റിലാണ് പാറ ഉള്ളത്. പിന്നെ അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. വലിയൊരു സംഭവമായിട്ടല്ല, നമുക്കൊന്ന് മൈനോട്ടൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം.
പിന്നെ ഇവിടുത്തെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഗ്യാപ്പ് റോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് വിചാരിക്കണം. അപ്പം നമുക്ക് മറ്റൊരു കുഞ്ഞു വ്ളോഗിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പം ടാറ്റാ, ബൈ ബൈ. ആഹാ